സമയം ദൈവവചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ സ്തോത്രം, ഇന്ന് ചിന്തയ്ക്കായി കർത്താവിൻ തന്നിരിക്കുന്ന വചനം ഹെബ്രായരുടെ 12 അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. ഹെബ്രായർ 12:1-2, Hebrews chapter 12 verse number 1 and 2. Therefore, since we are surrounded by such a huge crowd of witnesses to the life of faith, let us strip off every weight that slows us down, especially the sin that so easily trips us up, and let us run with endurance the race God has set before us. We do this by keeping our eyes on Jesus, the champion who initiates and perfects our faith. Because of the joy awaiting him, he endured the cross, disregarding its shame. Now he is seated in the place of honor beside God's throne. Hallelujah. അന്ന് നമുക്ക് മലയാളത്തിൽ ഒന്ന് വായിച്ചു കേൾക്കാം. എന്നാൽ ആദ്യ നിയമത്തിലും നാമും സാക്ഷിയുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ആമേൻ. ഒന്ന് പറഞ്ഞേ, സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. സ്ഥിരതയോടെ ഓടുക. എന്നിട്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. എന്നിട്ട് തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ആമേൻ. സ്തോത്രം. യേശുവിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളായിരുന്നു. യേശു ക്രൂശിനെ നോക്കി ഓടി. ക്രൂശിനെ നോക്കി ഓടിയെന്ന് പറഞ്ഞാൽ യേശു കഷ്ടതയെ നോക്കിയല്ല ഓടിയത്. ഹല്ലേലൂയ. യേശു കണ്ടത് നിങ്ങളെയും എന്നെയുമാ കണ്ടത്. സ്തോത്രം. യേശു കണ്ടത് ഹല്ലേലൂയ പുതിയ നിയമ സഭയാ യേശു കണ്ടത്. യേശു ഒരു കൊയ്ത്താ കണ്ടത്. കർത്താവ് ക്രൂശിതനായി കിടക്കുവല്ല. എൻ്റെ കർത്താവ് കാൽവരി ക്രൂശിതനായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജയാളിയായിട്ട് വാഴുന്നേ. കർത്താവിൻ്റെ നല്ല വചനം ഹെബ്രായരുടെ 12 അതിൻ്റെ 2 നമ്മൾ വായിക്കുമ്പം തിരുവചനം പറയുന്നു, നൗ ഹി ഈസ് സീറ്റഡ് ഇൻ ദ പ്ലേസ് ഓഫ് ഓണർ ബിസൈഡ് ഗോഡ്സ് ത്രോൺ. ഹല്ലേലൂയ. ഇപ്പോഴോ അവൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പദവിയുടെ പൊസിഷനിൽ ഇരിക്കുന്നു. ഹീ സീറ്റഡ് ഇൻ ദ പ്ലേസ് ഓഫ് ഓണർ. എന്നിട്ട് ഈ ഓണറബിൾ പ്ലേസിലാണ് എഫെസ്യർ 2:6 നമ്മളോട് പറയുന്നത് നമ്മളെയും ഇരുത്തിയിരിക്കുന്നത്. സ്വർഗീയ സ്ഥലങ്ങളിൽ കർത്താവ് ഇരിക്കുക മാത്രമല്ല, നമ്മളെ ഓരോരുത്തരെയും ഈ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുക പിതാവിനോടൊപ്പം, ക്രിസ്തുവിനോടൊപ്പം. കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നു, അല്ലേ, ഇന്ന് 12:2 നമ്മളോട് പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനെ പോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യം ക്രിസ്തുവിലായിരിക്കട്ടെ, ഫോക്കസ് ക്രിസ്തുവിലായിരിക്കട്ടെ. നമ്മൾ ഈ ഭൂമിയിൽ വാഴുമ്പം ഒരുപാട് നമ്മൾ വാഴുക, ശരിക്കും ഭൂമിയിൽ വസിക്കുകയല്ല, വാഴുക. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. നമ്മളുടെ ഫോക്കസ് തെറ്റിക്കാൻ, ക്രിസ്തുവിൽ നിന്ന് ഫോക്കസ് തെറ്റിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ നോട്ടം ക്രിസ്തുവിലായിരിക്കട്ടെ. നമ്മുടെ കണ്ണ് യേശുവിൽ നിന്ന് എങ്ങോട്ടും മാറിപ്പോകാതെ ഇരിക്കട്ടെ. നമ്മുടെ ചുറ്റിനും വിഷയങ്ങൾ കാണും. ചിലപ്പം വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം സാഹചര്യങ്ങളായിരിക്കാം, ചിലപ്പം സമ്പത്തായിരിക്കാം. നമ്മുടെ ചുറ്റിനും എന്തെങ്കിലുമൊക്കെ നമ്മുടെ കണ്ണിനെയോ നമ്മുടെ ലക്ഷ്യത്തിനെയോ നമ്മുടെ ഓട്ടത്തിനെയോ ഒക്കെ വേർതിരിച്ച് ക്രിസ്തുവിൽ നിന്ന് ഫോക്കസ് തെറ്റിച്ച് കൊണ്ടുപോകുന്ന പലത് കാണും. പലപ്പോഴും ജീവിതത്തിനകത്ത് പലവരുടെയും അവർ പറയും അവരുടെ വിഷയങ്ങളാണെന്ന് പറയും, ഒന്നിൻ്റെ പുറകെ ഒന്ന്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുന്നത് ഒരു വലിയ ഗ്രോസറി ലിസ്റ്റ് പിടിച്ചുകൊണ്ടാണോ, അതോ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന യേശുവിനെ ഒന്ന് സ്നേഹിക്കാനാണോ? സ്തോത്രം. നമ്മുടെ ഫോക്കസ് എവിടെ? നമ്മൾ ഭൂമിയിൽ വസിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന യേശുവിനോട് ജഡത്തിലുള്ളതും ഭൗതികമായ കുറേ കാര്യങ്ങൾ ലഭിക്കാനാണോ നമ്മളുടെ പ്രാർത്ഥന? അതോ കർത്താവ് ചെയ്തതിനെ ഓർത്ത് സ്തോത്രം പറഞ്ഞ് കർത്താവിൻ്റെ കണ്ണിലോട്ട് നോക്കി ആ സ്നേഹം ഒന്ന് രുചിച്ചറിയുന്നതാണോ നമ്മുടെ ലക്ഷ്യം? ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം എപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്തും നമ്മുടെ ലക്ഷ്യം നമ്മൾ വെറുതെ നടന്ന് നമ്മൾ സ്തോത്രം പറയുമ്പോഴും ഒക്കെ ഒറ്റ കാര്യം നേടാനായിരിക്കല്ലേ സ്തോത്രം. മറിച്ച് ഹല്ലേലൂയ യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും യേശുവിനെ ഒന്ന് കാണുവാനും യേശുവിനെ ഒന്ന് തൊടുവാനും ആ സ്നേഹം ഒന്ന് രുചിക്കാനും ആയിരിക്കണം നമ്മളുടെ ആരാധന. അല്ലേ, നമ്മൾ എന്തിനാണ് നമ്മൾ ആരാധിക്കുന്നത്? നമ്മൾ എപ്പോഴാണ് അല്ലെങ്കിൽ എന്തിനല്ല നമ്മൾ എപ്പോഴാണ് നമ്മൾ ആരാധിക്കുന്നത്? ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ആരാധനയായി തീരണം. സ്തോത്രം. വിഷയങ്ങളൊന്നും ആയിരിക്കല്ലേ. വായിക്കകത്ത് കർത്താവിനോട് പറയാൻ വിഷയങ്ങളായിരിക്കല്ലേ വരുന്നത്. കർത്താവ്, എനിക്ക് അത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല, എൻ്റെ മോനെ
മോനെ കണ്ടോ, എൻ്റെ മോളെ കണ്ടോ, എൻ്റെ ഭർത്താവിനെ കണ്ടോ, എൻ്റെ ഭാര്യയെ കണ്ടോ, ഇതൊന്നും ആയിരിക്കില്ല. ഇതൊക്കെ നാവിൽ വരാൻ പൊങ്ങിയാലും അടുത്തത് സ്തോത്രവും സ്തുതിയും ആയിരിക്കണം. ഞാൻ പറയട്ടെ, കർത്താവിനോടുള്ള ബന്ധം കൂടുന്തോറും നമ്മുടെ വിഷയങ്ങൾ പറയാൻ തലയ്ക്കകത്ത് വരത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ വായിക്കകത്ത് നമ്മുടെ പ്രശ്നങ്ങളും ഒന്നും വരത്തില്ല. സ്തോത്രവും സ്തുതിയും ആരാധനയും അല്ലാതെ വേറെ ഒന്നും വരത്തില്ല. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയാണ് നമ്മൾക്ക് ആരാധിക്കാൻ സാധിക്കുന്നത്? തിരുവചനത്തിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ ആരാധനയ്ക്ക് യോഗ്യനായവനെ ആ യോഗ്യതയ്ക്കനുസരിച്ച് നമ്മൾ ആരാധിക്കണം, അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മുടെ കാണുന്നതും കേൾക്കുന്നതുമായ വിഷയങ്ങളെ നോക്കിയല്ല, പക്ഷേ യേശു നമുക്ക് ചെയ്തതോർത്ത്, യേശുവിൻ്റെ ആ സ്നേഹത്തെ ഓർത്ത് അങ്ങനെയായിരിക്കണം നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാനെ നോക്കിയാൽ യോഹന്നാൻ ചുറ്റിനും നടക്കുന്ന അല്ലെങ്കിൽ ചുറ്റിനും കിടക്കുന്ന ശിഷ്യന്മാരുടെ ഒന്നും നോക്കിയില്ല. യോഹന്നാൻ ഒറ്റ ലക്ഷ്യമേ ഉള്ളായിരുന്നു, ആ മാറത്ത് ചാരിക്കിടന്ന് ആ മാറത്ത് അടിക്കുന്ന ആ ഹൃദയത്തിൻ്റെ തുടിപ്പ്, അതിൻ്റെ ആ ശബ്ദം ഒന്ന് കാതുകളിൽ കേൾക്കാൻ, അത് മാത്രമേ ഉള്ളായിരുന്നു ആഗ്രഹം. ആ സ്നേഹം ഒന്ന് പങ്കുവെക്കാൻ, യേശുവിൻ്റെ മാറത്ത് കിടന്ന് ആ ചൂടൊന്ന് അനുഭവിക്കാൻ, ഇത് മാത്രമേ ഉള്ളായിരുന്നു യോഹന്നാൻ്റെ ലക്ഷ്യം. അതാ നമ്മൾ കാണുന്ന യോഹന്നാൻ കാൽവരി ക്രൂശോളം യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. സ്തോത്രം. മാറി നിന്നില്ല. ആ സ്നേഹം നിർബന്ധിച്ചു യേശുവിനോടൊപ്പം ഇരിക്കാൻ. ഇത് നമ്മളൊക്കെ ഹല്ലേലൂയ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്തും നമ്മളുടെ ഓരോ കാര്യത്തിനകത്തും നമ്മുടെ ലക്ഷ്യം എന്താ? യേശുവിനെ എന്തിനാ പിന്തുടരുന്നത്? ആ വീടുണ്ടാകാൻ, ആ മക്കളെ കെട്ടിക്കാൻ, ആ ജോലി ഉണ്ടായി വരാൻ, ഇതിനൊക്കെയാണോ? അയ്യോ, എന്നാൽ വെറും താഴെ കിടക്കുന്ന ഒരു വിശ്വാസിയായി തീർന്നു. അല്ല, ഉയരത്തിൽ കയറണം. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥനയുടെ ശൈലി മാറണം. ഇന്ന് ദൈവത്തിന് കൊടുക്കുന്ന ആരാധന എല്ലാ കൂട്ടിമുട്ടലും സ്വർഗവുമായിട്ടുള്ളത് ആരാധനയായി തീരണം. ആരാധന ഉയരുന്നത് സ്നേഹത്തിൽ നിന്ന്. ഒരു സ്ത്രീ വന്നിട്ട് അവളെക്കുറിച്ച് വചനം പറയുന്നു, ശീമോൻ്റെ വീട്ടിൽ അവൾ വന്നു, യേശു കർത്താവിൻ്റെ കാല് ചുംബിച്ചു, അവളുടെ കണ്ണുനീരും കൊണ്ട് കാല് തുടച്ചു, കാല് കഴുകി, അവളുടെ മുടിയും കൊണ്ട് യേശുവിൻ്റെ കാല് തുടച്ചു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വിലയേറിയ പെർഫ്യൂം എടുത്തിട്ട് അവൾ യേശുവിൻ്റെ കാല് തുടച്ചു, അവളങ്ങ് ചുംബിച്ചു, അവൾ ഉമ്മ വെച്ച്, അവൾ കൂടെ ഇരുന്നു. ഇതായിരുന്നു ആരാധന. ഹല്ലേലൂയ. എന്താന്ന് വെച്ചാൽ അവൾക്ക് ചെയ്തതോർത്താൽ അവൾ കർത്താവിൻ്റെ പാദം ചുംബിക്കാതെ അല്ലാതെ അവൾക്ക് വേറെ ഒന്നും സാധിക്കത്തില്ല. ഹല്ലേലൂയ. അവിടെ അവൾക്ക് 100 കൂട്ടം വിഷയങ്ങൾ ഉണ്ടായിരുന്നായിരിക്കും. ഒരുപക്ഷെ അവളോട് ചോദിച്ചാൽ അവൾ പറയും, അവൾക്ക് നിരയായിട്ട് വിഷയങ്ങൾ കാണും. പക്ഷെ കർത്താവിൻ്റെ ആ സ്നേഹം ഓർത്തപ്പം, യേശുവിൻ്റെ സന്നിധിയിലോട്ട് അവൾ ചെന്നപ്പം അവളുടെ സകല വിഷയവും ശൂന്യമായി പോയി. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അവളുടെ ഒറ്റ വിഷയം അവൾ നോക്കിയില്ല. ഹല്ലേലൂയ. അവൾ ഒറ്റ കാര്യമേ ചിന്തിച്ചുള്ളൂ, എൻ്റെ കയ്യിൽ എൻ്റെ നാഥന് കൊടുക്കാൻ ഇതുണ്ട്. എൻ്റെ കയ്യിൽ എപ്പോഴോ കിട്ടിയ ഒരു പെർഫ്യൂമാ, ഭയങ്കര വിലയേറിയ പെർഫ്യൂമാ. അതൊരു വർഷത്തെ വേതനം വേണം, ഒരു വർഷത്തെ വേജസ് ഉണ്ടെങ്കിലേ ആ പെർഫ്യൂം മേടിക്കാൻ പറ്റത്തുള്ളൂ. അവൾ അവളുടെ വീട്ടിൽ നോക്കി, ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണ്? എൻ്റെ കർത്താവിന് കൊടുക്കാൻ. അത് കഴിഞ്ഞ് അവളുടെ കയ്യിലുണ്ടായിരുന്നു അതിലും വിലപിടിപ്പുള്ളത് അവളുടെ ആരാധനയും അവളുടെ സ്തോത്രവും അവളുടെ ചുംബനവും. ഹല്ലേലൂയ. അവളുടെ കണ്ണുനീരും. എന്താന്ന് വെച്ചാൽ യേശു അവളുടെ ജീവിതത്തിൽ ചെയ്തത് അധികമാണ്. ഹല്ലേലൂയ. അവൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത വണ്ണമാണ് അവളുടെ ജീവിതത്തിൽ യേശു ചെയ്തത്. എന്താണ് ചെയ്തത്? അവളുടെ അകത്തുണ്ടായിരുന്ന ഭൂതങ്ങളെ കർത്താവ് ഓടിച്ചു വിട്ടു. സ്തോത്രം. അവളെ വിടുവിച്ചു, അവളെ സ്വതന്ത്രയാക്കി. ഹല്ലേലൂയ. ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് യേശു കർത്താവ് ചെയ്ത ഒറ്റ കാര്യം ഓർത്താൽ മതി. നമ്മളെ പാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, പീഡകളിൽ നിന്നും ഒക്കെ നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ ഇന്ന് ഞാൻ പറയാം ഇൻവേർട്ടഡ് കോമായിക്കകത്തിട്ട് ഞാൻ പറയുന്നു മിടുക്കരാക്കി നിർത്തിയിരിക്കുക. സ്തോത്രം. അപ്പം നമ്മുടെ ലക്ഷ്യമൊക്കെ മറന്നു പോകുന്നു. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ഹല്ലേലൂയ 24 മണിക്കൂറും ഈ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. കർത്താവെ, യോഗ്യതയില്ലാത്ത എന്നെ നീ രക്ഷിച്ച് നിൻ്റെ സ്നേഹമുള്ള രാജ്യത്തിനകത്ത് ആക്കി വെച്ചല്ലോ. എത്ര വില കൊടുത്താലും എൻ്റെ ശാപവും പാപവും ഒന്നും മാറത്തില്ലായിരുന്നു. പക്ഷെ നിൻ്റെ ആ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞപ്പോൾ എൻ്റെ പാപം മാറി, എൻ്റെ ശാപം മാറി, എൻ്റെ പീഡനം മാറി.
ഇത് മതി കർത്താവിനെ ആരാധിക്കാൻ. ഹല്ലേലൂയ. അവിടെ ലക്ഷ്യം തെറ്റത്തില്ല. അവിടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അയ്യോ എനിക്ക് വീടില്ല, അയ്യോ എൻ്റെ മക്കളെ കെട്ടിക്കണം, അയ്യോ ഞങ്ങൾ ഫീസ് എങ്ങനെ കൊടുക്കും, ഇതൊന്നും ചിന്ത വരത്തില്ല. അവിടെ പിന്നെ സ്നേഹമാണ് ഒഴുകുന്നേ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആരാധന ഉയരുന്നെങ്കിൽ സ്നേഹത്തിൽ നിന്ന് ഉയരണം. ഹല്ലേലൂയ. ആരാധന ഉയരുന്നെങ്കിൽ കർത്താവ് എനിക്ക് ചെയ്തത് ഓർത്ത് അതിൽ നിന്ന് ഉയരണം. സ്തോത്രം. ഇന്നല്ലാത്ത ആരാധനയൊക്കെ വെറും ശബ്ദമാണ്. ഹല്ലേലൂയ. ഇന്നല്ലാത്ത കയ്യടിയും അന്യഭാഷ പറച്ചിലും ഒക്കെ വെറും ശബ്ദം മാത്രമാണ്. ഇന്നൊന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചേ, കർത്താവെ എൻ്റെ ലക്ഷ്യം അങ്ങയിൽ നിന്ന് മാറാതിരിക്കട്ടെ, എൻ്റെ ഫോക്കസ് അങ്ങയിൽ നിന്ന് മാറാതിരിക്കട്ടെ. ഇന്നൊന്ന് പ്രാർത്ഥിച്ചേ, യേശുവെ എൻ്റെ ആരാധന പൂർണ്ണമായ ആരാധനയായിരിക്കട്ടെ, ഒന്നും നേടാനുള്ള ആരാധനയായിരിക്കല്ലേ. ഇന്ന് ഞായറാഴ്ചയല്ലേ, പലവരും സഭയിലോട്ടൊക്കെ കടന്നു പോകും. സഭയിൽ കടന്നു പോകുമ്പം ചിന്തകൾ കാണും, ആ ദേവദാസൻ എൻ്റെ തലയിലൊന്ന് കൈവച്ച് എന്നോടൊന്ന് ദൂത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്ന് പോകുമ്പോൾ ആയിരിക്കട്ടെ എൻ്റെ കുടുംബത്തിനകത്തൊരു വിടുതൽ നടക്കുന്നത്, എൻ്റെ ഭർത്താവ് പുറത്ത് വരട്ടെ, മക്കൾ പുറത്ത് വരട്ടെ, അത് സംഭവിക്കട്ടെ, ഇത് സംഭവിക്കട്ടെ. ഇതൊന്നും തെറ്റല്ല, പക്ഷേ നമ്മുടെ ഫോക്കസ് തെറ്റിപ്പോകുന്നു. ഇന്ന് ആരാധിക്കാൻ പോകുന്നുണ്ടെങ്കിൽ സ്തോത്രം, ഒറ്റ ലക്ഷ്യത്തോടെ വേണം പോകാൻ. ഹല്ലേലൂയ. ആര് കല്ലുരുട്ടി മാറ്റും, എൻ്റെ ഗുരുവിനെ ഒന്ന് കാണാൻ, എൻ്റെ പ്രാണപ്രിയനെ ഒന്ന് കാണാനാ ഞാൻ ഇരിക്കുന്നതെന്നുള്ള ആഗ്രഹത്തോടെ മറിയ പോയി. സ്തോത്രം. ആ ഭൂതം പിടിച്ച സ്ത്രീ അവളുടെ വിടുതൽ കിട്ടിയപ്പം എൻ്റെ യേശുവിൻ്റെ കാലിലൊന്ന് ചുംബിക്കണം, അവൻ്റെ കാലൊന്ന് തുടയ്ക്കണം, അവൻ്റെ മാറോട് ചേർത്തൊന്നിരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ പോയ ഒരു സ്ത്രീയുണ്ട്. ഹല്ലേലൂയ. അതാണ് ആരാധന. ഹല്ലേലൂയ. ഇന്ന് ആരാധിക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് പ്രാർത്ഥനാ മുറിക്കകത്തൊക്കെ കയറിയിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് വീട്ടിനകത്തും ഇന്നും നാളെയും എപ്പോഴേലും ഒക്കെ ആരാധന അവനവൻ്റെ മുറിക്കകത്തൊക്കെ ദൈവസന്നിധിയിൽ കയറിയിരിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ ലക്ഷ്യമേ ആകാവൂ, എനിക്ക് എൻ്റെ നാഥൻ്റെ മുഖം ഒന്ന് കാണണം, എൻ്റെ യേശുവിൻ്റെ കണ്ണിലേക്കൊന്ന് എനിക്ക് നോക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ലക്ഷ്യം തെറ്റല്ലേ. നമ്മുടെ ജീവിതത്തിനകത്ത് എവിടെ നമ്മുടെ ആരാധനയുടെ ലക്ഷ്യം തെറ്റുന്നോ, എവിടെ നമ്മുടെ പ്രാർത്ഥന മുറിക്കകത്ത് കയറിയിരുന്ന് നമ്മുടെ പ്രാർത്ഥനകൾ പദം പെറുക്കി 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 ഒരു ലിസ്റ്റായി തീരുന്നോ, അവിടെ ലക്ഷ്യം തെറ്റിപ്പോയി. ഹല്ലേലൂയ. അവിടെ സ്വർഗവുമായിട്ട് കണക്ഷൻ തെറ്റിപ്പോയി. യേശു കർത്താവിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, നമ്മുടെ കണ്ണുകൾ, ഹല്ലേലൂയ, എന്താണ് ആ വചനം? അതിൻ്റെ 2 വായിച്ചേ, 12:2. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിയായ യേശുവിനെ നോക്കുക. ഇത് മാത്രം ചെയ്താൽ മതി. യേശുവിനെ നോക്കിയാൽ മതി. നമ്മുടെ വിശ്വാസവും പൂർണ്ണമാവും, നമ്മുടെ ജീവിതവും പൂർണ്ണമാകും, എല്ലാം സെറ്റിലാകുമെന്നേ. അല്ലാതെ ഈ താഴെക്കട കിടക്കുന്നത് നമ്മുടെ വീടും വസ്തുവും സ്ഥലവും മക്കളും റെൻറ്റും സ്കൂളും ഫീസും രോഗവും ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ ഇതൊക്കെ ട്രാക്ക് മാറി ഓടും. അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. ഒരു ജയാളി ഓടുന്ന ഓട്ടം ഓടാൻ പറ്റത്തില്ല. ഞാൻ നിർബന്ധിക്കുവാ ഇന്ന്. ഐ എം ചാലഞ്ചിങ് യു ടുഡേ. ഹല്ലേലൂയ. ഇന്ന് ദൈവസന്നിധിയിൽ കയറിയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു നേരത്തെ പ്രാർത്ഥനയെങ്കിലും ഗ്രോസറി ലിസ്റ്റ് നിരത്താതെ ദൈവസന്നിധിയിൽ ഒന്ന് ഇരിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. പറ്റത്തില്ലെന്നേ പലവർക്കും. സ്തോത്രം. മറന്നുപോകും. പിന്നെയും നിരത്തും, കർത്താവെ ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞില്ല. സ്തോത്രത്തോടെ എൻ്റെ കർത്താവെ അങ്ങ് ചെയ്തു തരാൻ പോകുന്നതിനെ ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ മക്കളുടെ ആ കല്യാണം നല്ലതായിട്ട് നടക്കാൻ പോകുന്നതിനെ ഓർത്ത് സ്തോത്രം. എൻ്റെ കുടുംബജീവിതം അങ്ങ് ഉറപ്പിച്ച് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. ഇതൊക്കെ പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷെ എങ്ങനെയാണ് നമ്മുടെ വാക്കുകൾ? യേശു കർത്താവിൻ്റെ, ഹല്ലേലൂയ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നമ്മളുടെ സകല പ്രാർത്ഥനകളും സ്തോത്രത്തോടെ അർപ്പിക്കാൻ. ഹല്ലേലൂയ. അല്ലാതെ കർത്താവെ ഇത് ചെയ്തു തരണം, ഇത് ചെയ്തു തന്നില്ലെങ്കിൽ നോ. ഹല്ലേലൂയ. കർത്താവെ അതങ്ങ് ചെയ്തു തന്നതിനായി സ്തോത്രം. പക്ഷെ അതായിരിക്കല്ലേ നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ആകാവൂ, യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളെല്ലാവരും ഇതിനകത്ത് നിന്ന് കേൾക്കുന്നവർ സകലരും വിവാഹം കഴിച്ചവരും, ഹല്ലേലൂയ, കുടുംബജീവിതം ഒക്കെ ജീവിക്കുന്നവരാ. സ്തോത്രം. ഹല്ലേലൂയ. കല്യാണം കഴിക്കാത്തവർ പോലും ഒരു നേരമെങ്കിലും ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്തായിരിക്കും കല്യാണമൊക്കെ കഴിച്ച വ്യക്തികളൊക്കെ ആ സ്നേഹം എങ്ങനെയാണ് പങ്കുവെച്ചത്? ഒരുമിച്ചിരുന്ന് കണ്ണിലോട്ട് നോക്കി വളരെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് കൊഞ്ചി കൊഴഞ്ഞ് ഭയങ്കര സ്നേഹം പങ്കുവെച്ചില്ലേ?
വെച്ചില്ലേ? യേശുവുമായിട്ട് എന്താ അത് സാധിക്കാതെ പോകുന്നത്? ഹല്ലേലൂയ. യേശുവുമായിട്ട് ഈ ബന്ധത്തിലാണ് വരേണ്ടത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ നാഥൻ്റെ കണ്ണിലേക്ക് നോക്കി ഹല്ലേലൂയ സ്നേഹത്തിൻ്റെ വാക്കുകൾ വീണ് ഞാൻ പറയട്ടെ, ഇങ്ങനെ ചെയ്യുമ്പോൾ കർത്താവിൽ നിന്ന് കേൾക്കാൻ തുടങ്ങും. സ്തോത്രം. അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. വലിയ കാര്യങ്ങൾ സംഭവിക്കും. ഹെബ്രായരുടെ ലേഖനത്തിനകത്ത് പറയുന്നേ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പൂർത്തി വരുത്തുന്നവനും സകലത്തിൻ്റെയും നിന്റെ വിശ്വാസത്തിൻ്റെ നായകനായ യേശു ക്രിസ്തുവിലേക്ക് നോക്കി ഓട്ടം തെറ്റാതെ ഓടാൻ. പത്രോസിനെ നമ്മൾ കാണുമ്പോൾ മത്തായി സുവിശേഷം 14 പത്രോസിൻ്റെ ലക്ഷ്യം യേശുവായിരുന്നു. അന്നേരം ബോട്ടിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിൻ്റെ മീതെ നടന്നു. ലക്ഷ്യം തെറ്റിയപ്പോഴാണ് വെള്ളം കാണാൻ തുടങ്ങിയത്. ഞാൻ പറയട്ടെ, നമ്മൾ ആരാധനയ്ക്ക് യോഗ്യനായവൻ്റെ നിന്ന് കണ്ണ് മാറുമ്പോഴാണ് ചുറ്റിനും കിടക്കുന്ന വിഷയങ്ങൾ കണ്ടിട്ട് എന്തോ പറയാനാ എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് ഞാൻ നിർബന്ധിക്കുക, വിഷയങ്ങളെ നോക്കാതെ ഇരിക്കുക. 2 കൊരിന്ത്യരുടെ ലേഖനം 4 അധ്യായം സ്തോത്രം 4:18 ഒന്ന് വായിച്ച്. 2 കൊരിന്ത്യരുടെ ലേഖനം 4:18. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്നൊന്ന് പറഞ്ഞേ, ഞാൻ കാണാത്തതിനെ, ഹല്ലേലൂയ, ഞാൻ കാണുന്നതിനെ അല്ല, പക്ഷെ ഞാൻ കാണാത്തതിനെയാ ഞാൻ ലക്ഷ്യം വെച്ച് നോക്കുന്നത്. കാണാത്തത് എന്തുവാ? യേശുവിന് ഒറ്റ നോട്ടമേ ഉള്ളായിരുന്നു. യേശു ആ കാൽവരി ക്രൂശിനെ നോക്കി ഓടിയപ്പോൾ യേശു കഷ്ടതയല്ലെന്നേ കണ്ടത്. എൻ്റെ കർത്താവ് ക്രൂശിക്കപ്പെട്ട് അവിടെ കിടക്കുവല്ല, ഒന്നിനും ഇതില്ലാത്തവനായി കിടക്കുവല്ല. എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റവനാ. ഇന്ന് ആ ഉയർപ്പാണ് നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഹല്ലേലൂയ. കർത്താവ് തിരുവചനം ഇവിടെ നമ്മളോട് പറയുന്നത്, നമ്മുടെ കഷ്ടങ്ങളല്ല നമ്മൾ നോക്കുന്നത്, പക്ഷേ നാം നോക്കുന്നത് കാണാത്ത കാര്യങ്ങളെയാണ് നോക്കുന്നത്. ഹല്ലേലൂയ. ആ നിത്യതയ്ക്കകത്തേക്ക് യേശുവിനോടൊപ്പം വാഴുന്നത്, യേശുവിൻ്റെ സ്നേഹം, ഹല്ലേലൂയ, എനിക്ക് ലഭിച്ചിട്ടില്ലാത്ത നന്മകൾ ഞാൻ കാണുന്നത് എവിടെ? ഭൗതികമല്ലെന്നേ, ആത്മീയം. ഹല്ലേലൂയ. നമ്മുടെ ഫോക്കസ് എപ്പോഴും ആത്മീയമായിരിക്കണം. എപ്പോഴും ഉയരത്തിലിരിക്കുന്ന, സ്വർഗത്തിലിരിക്കുന്ന സകല നന്മകളും അനുഗ്രഹങ്ങളുമായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. ഹല്ലേലൂയ. എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്, പക്ഷേ കാണാത്ത ഒരു കാര്യമുണ്ട്. നിത്യതയ്ക്കകത്ത് യേശുവിനോടൊപ്പം ഇരിക്കുന്ന ഒരു നിത്യത. ഹല്ലേലൂയ. യേശുവിൻ്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കുന്ന, എപ്പോഴും 24 മണിക്കൂറും 365 ദിവസവും അങ്ങനെ ഇരിക്കാൻ, ആ സ്നേഹത്തിനകത്തിരിക്കാൻ ഉള്ള ഭാഗ്യം നമുക്ക് ലഭിക്കും. നമുക്കത് സ്വർഗത്തിൽ വെച്ച് തന്നെ ആരംഭിക്കാം. ഞാനിന്ന് വീണ്ടും ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഞാൻ ചലഞ്ച് ചെയ്യുക. ആരാധനയ്ക്ക് പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഒരു ലിസ്റ്റ് നിരത്താതെ ഒന്നിരിക്കാൻ സാധിക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കയറിയിരിക്കുമ്പോൾ കർത്താവിനോട് പാട്ടുപാടി സ്തോത്രം പറഞ്ഞ്, യേശുവിനെ സ്നേഹിച്ച് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ്, കർത്താവ് ചെയ്ത സകലത്തിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തോത്രം പറഞ്ഞ്, ഹല്ലേലൂയ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഏൽപ്പിച്ചിട്ട് കർത്താവിനോട്, കർത്താവെ തരണേ, ഇത് ചെയ്തു തരണേ. അങ്ങനെയല്ല, കർത്താവെ അങ്ങ് ചെയ്തു തന്നേനായി സ്തോത്രം, അങ്ങൻ്റെ കാര്യങ്ങൾക്ക് മറുപടി തന്നേനായി നന്ദി, ഞാനതിന് സ്തോത്രം പറയുന്നു. കണ്ടിട്ടില്ല, അതൊന്നും നടന്നു കിട്ടിയിട്ടില്ല, പക്ഷെ കർത്താവിനോട് പറയാം, കർത്താവെ സ്തോത്രം. എന്താണെന്നറിയോ? അതൊക്കെ നിസ്സാരമാണെന്നേ. യേശു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെയ്ത പാപം മായിച്ച് കളഞ്ഞ് നമ്മളെ ഇന്ന് നിഷ്കളങ്കരായി, ഹല്ലേലൂയ, കുറ്റമില്ലാത്തവരായി, നീതിമാന്മാരായി, നമ്മളെ റൈറ്റ്യസായി, ഹല്ലേലൂയ, നീതിമാന്മാരായി ദൈവ മക്കളാക്കി നിർത്തിയിരിക്കുന്ന ഭാഗ്യം പോലെ ഈ ഭൂമിയിൽ വേറെ ഒന്നുമില്ല. ഇതോർക്കുമ്പോൾ അറിയാതെ പാട്ടുകൾ പുറത്തു വരും, ഇതറിയാതെ സ്നേഹ ചുംബനങ്ങൾ പുറത്തു വരും. ഇതാണ് ആരാധന. ഹല്ലേലൂയ. വെൻ ഐ ലവ് ഹിം ഫോർ വാട്ട് ഹി ഹാസ് ഡൺ ഫോർ മീ. ഹല്ലേലൂയ. എനിക്ക് വീട് തന്നേനല്ല, മക്കളെ തന്നേനല്ല, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. എനിക്ക് ഒന്നും തന്നതിനല്ല, പക്ഷേ കർത്താവിൻ്റെ പാപങ്ങൾ വിടുവിച്ച് എന്നെ സ്വതന്ത്രയാക്കി നിർത്തിയതിനെ ഓർത്ത്, എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നതിനെ ഓർത്ത്, ഇവിടാണ് സ്നേഹം വെളിപ്പെടുന്നത്. ഈ സ്നേഹത്തിൽ
ലക്ഷ്യത്തിനകത്ത് ബാക്കിയെല്ലാം ചേർക്കപ്പെടും. ഇന്നൊന്ന് പറഞ്ഞേ, എൻ്റെ ലക്ഷ്യം തെറ്റത്തില്ല. ഹല്ലേലൂയ. എൻ്റെ ലക്ഷ്യം മാറത്തില്ല. യേശുവിൽ നിന്ന് എൻ്റെ കണ്ണ് മാറത്തില്ല. സ്തോത്രം. ഇങ്ങനെയൊന്ന് ആരാധിക്കാമോ? ഞാൻ പറയട്ടെ, ഒരു 10 ദിവസം ഇങ്ങനെയൊന്നാകട്ടെ. പ്രാർത്ഥനാ മുറിക്കകത്ത് കയറുമ്പോൾ വിഷയങ്ങൾ മാറുന്നത് കാണാൻ സാധിക്കും. അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കുന്നത് കാണാൻ സാധിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ട് ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാർത്ഥനയുടെ ലെവല് മാറട്ടെ. ഹല്ലേലൂയ. സ്തോത്രവും സ്തുതിയും ആരാധനയും ഒന്നും പ്രതീക്ഷിക്കാതെ ആ സ്നേഹം മാത്രം ആഗ്രഹിച്ച് ദൈവസന്നിധിയിലായി തീരുവാൻ കർത്താവ് ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കണം. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഉയരത്തിൽ നിന്നുള്ള ആ ശബ്ദം കേൾക്കുവാൻ, ആ സ്നേഹം മനസ്സിലാകുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കണം. ഫോക്കസ് തെറ്റാതെ ഹല്ലേലൂയ യേശുവിൻ്റെ കണ്ണിലേക്ക് നോക്കി ഓടുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കണം. അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് ചിലവരുടെ ആരാധനയുടെ ലെവല് മാറുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.